ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ മക്കളെ? റാഹത്തല്ലേ? പിന്നെ ഞാനിന്നിങ്ങനെ മാഡത്തിനെ കൊണ്ട് നമ്മളെ ദോഹയിലെ ഫെസ്റ്റിവൽ സിറ്റിക്ക് ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിക്കണ ഒരു 4:30-5 മണി ആയിക്കണ് പോയപ്പോൾ. നമുക്ക് നല്ലൊരു സൂര്യാസ്തമിക്കുന്ന ഇങ്ങനെ സമയം കൂടി ആയതുകൊണ്ട് നല്ലൊരു വീഡിയോ നല്ലൊരു വ്യൂസും കിട്ടി. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ ആളുകളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യണേ. അപ്പം ഇങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാന്തടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കാരണം ചില സമയത്ത് പിന്നെ വൈകിട്ട് ഒരു മലയാളി ഒരു കാക്ക നമ്മൾ ചായ കൊണ്ടുവരും ഡ്രൈവർമാർക്ക്. ഈ വെയിറ്റിങ്ങുള്ള ഡ്രൈവർമാർക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ്. ഒരു ചായയൊക്കെ കിട്ടും. ചായയും നല്ല പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു കാക്ക ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്കാനങ്ങനെ തിരഞ്ഞു നടന്നപ്പോൾ കണ്ടില്ല. അപ്പം ഇങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തൊന്ന് ഇങ്ങനെ മയന്തടിച്ച് ഇങ്ങനെ നടക്കാമെന്നൊക്കെ തീരുമാനത്തിലാണ് കേട്ടോ. അപ്പം അങ്ങനെ നടക്കുകയാണ്. ചില സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ കാണും, കാരണം ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഇന്ന് ആരും ഇങ്ങനെ കണ്ടില്ല. അപ്പം നമ്മളങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോണത്. ഏതായാലും ആ കാക്കനെ നമ്മൾ കണ്ടില്ല. ചായ വെക്കണ ഒരു കാക്ക ഉണ്ടായിരുന്നു. കാരണം പല ഡ്രൈവർമാരും പല ആളുകളും മലയാളിയായിട്ട് ബംഗാളിയായിട്ട് അങ്ങനെ ഇന്ത്യക്കാർ ഒരുപാട് ഡ്രൈവർമാരിങ്ങനെ വെയിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മൂപ്പരാളെ ചായ ഒരു ആശ്വാസമാണ്. കാരണം നമ്മൾ അടുത്ത അവിടെ ഒന്നും പിന്നെ ഒരു ഹോട്ടലോ കഫ്തീരിയോ ഒന്നും ഇല്ല. അപ്പോൾ മൂപ്പരാളൊരു വൈകുന്നേരം ഡ്രൈവർമാർക്കൊരു ചായ കൊണ്ടുവരും. കാരണം മൂപ്പരാളൊരു ചെറിയൊരു ബിസിനസ്സാണത്. മൂപ്പരാളെ ഒരു പാർട്ട് ടൈം ജോലി ആയിട്ടാണത് കാണുന്നത്. ഏതായാലും നമുക്ക് നല്ലൊരു ആശ്വാസമാണ്, ഡ്രൈവർമാർക്കൊരു ആശ്വാസമാണ്. കാരണം പുറത്തൊന്നും പോകണ്ട, ഒരു റിയാൽ ചായ ഒരു റിയാൽ കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. നല്ലൊരു ആശ്വാസം കൂടിയാണ്. മൂപ്പരാളെ കാണുന്നില്ല, എന്ത് പറ്റി നാട്ടിൽ പോയോ എന്താണെന്നറിയില്ല. എന്തായാലും അപ്പം ഇങ്ങനെ നടക്കുകയാണ്, മോന്തടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു, ആരും കാണാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്ബാക്കി കൂട്ടാക്കണം കേട്ടോ.